ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പാളയം ബസലിക്ക പള്ളിയിൽ ആത്മായ ദിനം നടത്തി. അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പം ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ താഴെ പേര് പറയുന്ന വ്യക്തികൾ മുൻപിലേക്ക് വന്ന് ഇരിക്കേണ്ടതാണ്. ശ്രീ ജോർജ് വർഗീസ്, ആലംകീഴിൽ ഹൗസ്. വരണമേ ഹൃദയത്തിൻ ദിവ്യദാനം ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. പരിശുദ്ധാത്മാവേ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗണിക്കും പ്രകാശമേ. സ്വർഗവാതിൽ തുറന്നു ഭൂമി നിർഗണിക്കും പ്രകാശമേ. അന്ധകാരവിരിപ്പു മാറ്റിയിടും ചന്തമേറുന്ന ദീപമേ. കേളുമാത്മാവിൽ ആശമേശുന്ന മോഹന ദിവ്യഗാനമേ. പരിശുദ്ധാത്മാവിൽ നീയെഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ജേക്കബ്, നമ്മുടെ MCA യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ ജയ്പോൾ ജേക്കബിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട ഫാദർ തോമസ് അച്ഛ, പ്രിയ സിസ്റ്റേഴ്സ്, മുതിർന്ന അൽമായ സഹോദരങ്ങളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആദ്യമായി അൽമായ ദിനത്തിന്റെ എല്ലാ ആശംസകളും നന്മകളും സന്തോഷങ്ങളും നമ്മുടെ ഭവനങ്ങളിലും വ്യക്തിജീവിതത്തിലും ഉണ്ടാകുവാൻ ഞാൻ ആത്മാർത്ഥമായിട്ട് ഓരോരുത്തരെയും എല്ലാ നന്മകളും ആശംസിക്കുന്നു. അൽമായ എന്ന് പദം കൊണ്ട് വിവക്ഷിക്കുന്നത് എന്തായിരിക്കും? തിരുപ്പട്ടം സ്വീകരിക്കാത്ത, സന്യസ്തരല്ലാത്ത, വിശുദ്ധ മാമോദീസ സ്വീകരിച്ച, യേശുവിന്റെ നാമത്തില്, പരിശുദ്ധ ത്രിത്വത്തിന്റെ നാമത്തില് മാമോദീസ സ്വീകരിച്ച എല്ലാ വിശ്വാസികളുമാണ്
അൽമായ. മലങ്കര കത്തോലിക്ക സഭയിലെ അൽമായ ദിനമായിട്ട് നാം സാധാരണ ആചരിക്കാറുള്ളത് യോസേപ്പ് പിതാവിന്റെ ദിനത്തോടനുബന്ധിച്ച് വരുന്ന അടുത്തു വരുന്ന ഞായറാഴ്ചകളിലാണ്. ഇതിനെക്കുറിച്ച് കൂടുതലായി സംസാരിക്കുവാൻ നമ്മുടെ വിശിഷ്ട വ്യക്തികളുടെ വേദിയിലുണ്ട്. എന്നിൽ നിശ്ചിതമായിരിക്കുന്ന ഒരു ദൗത്യം, എന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം ഞാൻ നിറവേറ്റുവാനായിട്ടാണ് ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ആദ്യമായി നമ്മളോടൊപ്പം പരിശുദ്ധ കുർബാന അർപ്പിച്ച നാലാഞ്ചിറ ആശ്രമത്തിലെ പ്രോവിൻഷ്യൽ പ്രൊക്യൂറേറ്ററായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട സാഗൽ തോമസ് അച്ഛനെ ഈ അൽമായയുടെ സന്ദേശം നമുക്ക് നൽകുവാനായിട്ട് കടന്നു വന്നതിന് അച്ഛനെ പ്രത്യേകമായിട്ട് സ്വാഗതം ആശംസിക്കുകയാണ്. രണ്ടാമതായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിരമിച്ച് കർമ്മനിരതനായി MCAയുടെ സാന്നിധ്യം ഏറ്റെടുത്തിരിക്കുന്ന പ്രസിഡന്റായി നമ്മളോടൊപ്പം പ്രവർത്തിക്കുന്ന ശ്രീ ജോർജ് വർഗീസിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിൽ ഞാൻ ഹാർദവമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി നമ്മുടെ തോമസ് ഈപ്പൻ സാറിനെയാണ്. നമുക്കറിയാം, ആ പേര് കൊണ്ട് തന്നെ ഈ ദേവാലയത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹത്തിന്റെ കയ്യൊപ്പ് ചാർത്താത്ത ഒരു സംഗതി പോലും നമ്മുടെ ബസലിക്ക ദേവാലയത്തിന് ഉണ്ടാവാറില്ല. ഈ MCA യൂണിറ്റിന്റെ എക്സിക്യൂട്ടീവ് മെമ്പറായി പ്രവർത്തിക്കുമ്പോൾ തന്നെ തിരുവനന്തപുരം വൈദിക ജില്ലയുടെ ജനറൽ സെക്രട്ടറിയായി, MCAയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കർമ്മനിരതനായി പ്രവർത്തിക്കുന്ന ശ്രീ തോമസ് ഈപ്പൻ സാറിനെ നിങ്ങളുടെ എല്ലാവരുടെയും നാമത്തിലും എന്റെ വ്യക്തിപരമായ നാമത്തിലും ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഇനി അടുത്തതായിട്ട് ജിജി എൻ ജോൺ, പേരുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ വ്യക്തി. ഈ ദേവാലയത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്ന് നമ്മളെ നയിച്ചുകൊണ്ടിരുന്ന ജിജിയെ കൂടുതലായിട്ട് ഞാനൊന്നും വർണ്ണിച്ച് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയും കർമ്മകുശലതയും എന്തുമാത്രം നൈപുണ്യം നേടിയ വ്യക്തിയാണ് എന്നുള്ളത് നമ്മൾ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. പ്രിയ ജിജി എൻ ജോണിനെ ഈ ലോകത്തിലേക്ക് ഹാർദവമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇനി എനിക്ക് സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ മുതിർന്ന അൽമായ സഹോദരങ്ങളെയാണ്. അവരെ എല്ലാവരെയും ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട്, കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർമ്മത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട സായൻ തോമസ് അച്ഛൻ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഇടവകങ്ങളെ, മലങ്കര കത്തോലിക്ക സഭ ഇന്ന് അൽമായ ദിനമായി ആചരിക്കുന്നു. ഈ ദിവസം നമ്മുടെ ഇടവകയും സമുചിതമായി ആചരിക്കുകയാണല്ലോ. ഈ ദിനത്തിന്റെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുകയാണ്. ഇന്ന് ഈ ദിനത്തോടനുബന്ധിച്ച് നമ്മുടെ ഇടവകയിലെ മുതിർന്നവരെ നാം ആദരിക്കുകയാണ്. ഇവർ നമുക്ക് പരിശുദ്ധ സഭയിലെ കുടുംബങ്ങൾ. നമുക്കറിയാം, പിതാവിന്റെ ഏറ്റവും പ്രശസ്തമായ ഒരു ചാത്രിക ലേഖനമുണ്ട്, ഒരു അപ്പസ്തോലിക് എക്സോർട്ടേഷൻ ഉണ്ട്, അമോറിസ് എത്തീസിയ. നമ്മുടെ സഭയിലൊക്കെ അനേകം പഠനങ്ങൾ നടത്തി, അനേകം സെമിനാറുകൾ നടത്തി
നമ്മുടെ ചിന്തകളിലേക്ക് സന്നിവേശിപ്പിക്കാൻ പരിശ്രമിച്ച ഒരു ചാത്രിക ലേഖനമാണത്. പങ്കുവയ്ക്കുന്ന, സ്നേഹിക്കുന്ന, സ്നേഹം പങ്കുവയ്ക്കുന്ന കുടുംബങ്ങളെയാണ് അദ്ദേഹം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹം പറയുന്നത്, സഭയിൽ സമർപ്പണ ബോധമുള്ള കുടുംബങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഈ സഭയ്ക്ക് ഒരു ഭാവിയില്ല. അമോറിസ് ലത്തീസിയായി ഈ ഒരു ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം തുടരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, കുടുംബം ജയിച്ചു കയറേണ്ട ഇടമല്ല, മറിച്ച് പരസ്പരം തോറ്റു കൊടുക്കേണ്ട ഇടമാണ്. ആരെയും ബോധ്യപ്പെടുത്തേണ്ട ഇടമല്ല, മറിച്ച് സ്വയം ബോധ്യപ്പെട്ട് സഭയ്ക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. കുടുംബത്തിൽ സ്വയം ഒരു തിരിയായി കത്തിയിരിയേണ്ട ഇടമാണ് ഭാര്യയും ഭർത്താവും. എന്നിട്ട് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, തിരുക്കുടുംബത്തിന്റെ സാധ്യതകൾ. എന്തുകൊണ്ട് ബൈബിളിലെ സുവിശേഷങ്ങളിലെ തിരുക്കുടുംബത്തെ നാം ആദരിക്കുന്നു എന്നുള്ള ചോദ്യത്തിന്റെ മറുപുറമായിട്ട് അദ്ദേഹം തന്റെ ചിന്തകൾ ഒളിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും ഉൾക്കൊള്ളുന്ന ഇന്നത്തെ കുടുംബങ്ങൾക്കും ഒരു തിരുക്കുടുംബമാകുവാനുള്ള സാധ്യതയുണ്ട് എന്ന്. പിതാവിന്റെ ഈ ചിന്ത നമ്മുടെ സഭയിലെ വിവാഹം കഴിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ ഈ കാര്യം പറഞ്ഞാണ് അവസാനിപ്പിക്കുക. ഈ മൈക്ക് പുറത്തു പോകുന്നുണ്ടോ? ദൈവം അനുവദിച്ച് കൃപയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാ പ്രിയപ്പെട്ടവരും, പ്രത്യേകിച്ച് എന്റെ മുമ്പിലിരിക്കുന്ന മുതിർന്ന മാതാപിതാക്കൾ, നിങ്ങൾ സഭയെ സ്നേഹിച്ചവരാണ്, സഭ നിങ്ങളെ സ്നേഹിച്ചവരാണ്. തുടർന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട്, സാന്നിധ്യം കൊണ്ട്, നിങ്ങളുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീരത്തിലെ നിങ്ങളുടെ സഹനം കൊണ്ട് പരിശുദ്ധ സഭയെ സ്നേഹിക്കുവാനും ബലപ്പെടുത്തുവാനും അതിനെ വിശുദ്ധീകരിക്കുവാനും നിങ്ങൾക്കിടയാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. ദൈവം തമ്പുരാൻ നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട സാധനജ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ അൽമായ, മുതിർന്ന അൽമായ പ്രവർത്തകരെ, യുവജനങ്ങളെ, സ്ത്രീജനങ്ങളെ, കുഞ്ഞുമക്കളെ, ഞാനിപ്പോൾ ഇവിടെ ആയിരിക്കുന്നത് MCAയുടെ പ്രവർത്തനങ്ങളെ ഒന്ന് വിശകലനം ചെയ്യുക എന്നത് മാത്രമാണ്. ഇത് പറയുവാൻ അത്ര പാണ്ഡിത്യമോ അല്ലെങ്കിൽ അത് ബഹുലമായ പഠനങ്ങളോ നടത്തിയ വ്യക്തിയൊന്നുമല്ല ഞാൻ ആദ്യമായിട്ട് MCA അച്ഛൻ പറഞ്ഞു, ഈ ഇരിക്കുന്നതിൽ 70% ആൾക്കാരും ഇതിനേക്കാൾ മുതിർന്നവരാണ്, സഭയോട് ചേർന്ന് നിൽക്കുന്ന ആത്മാർത്ഥതയുള്ളവരാണ് എന്ന് പറഞ്ഞു. എങ്കിലും ഒരു കുറഞ്ഞ പക്ഷമെങ്കിലും നമ്മുടെ ഇടയിൽ ജീവിതത്തിലും ജീവിതത്തിലെ നിത്യഭാരവുമായി ബന്ധപ്പെട്ട് സഭ എന്താണെന്ന് ഇപ്പോഴും അവരുടെ ഉള്ളിൽ വൃത്തിയുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതിനായി വിസ്താരപരമായ കാര്യമാണ്. മലങ്കര കത്തോലിക്ക സഭയിലെ ദൈവജനത്തിന്റെ കൂട്ടായ പ്രവർത്തനത്തിന് സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള അൽമായ പ്രസ്ഥാനമാണ് മലങ്കര കാത്തലിക് അസോസിയേഷൻ. സഭയുടെ ആരംഭകാലം മുതൽ അൽമായയുടെ അവസരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സഭാപിതാവ് മാർഗാനിസ് പിതാവ്, മെത്രാപ്പൊലീത്ത മാർ ഗ്രിഗോറിയസ്, മാർ അപ്രേൽ, ഈ യോഗത്തിന്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട ജോർജ് വർഗീസ്, ബഹുമാനപ്പെട്ട സാധനച്ച, ബഹുമാനപ്പെട്ട തോമസ് പെൻസ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് ബഹുമാന്യരെ, സുഹൃത്തുക്കൾ, ഇന്ന് മെയ് 4, 2025 മെയ് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമ്മളിന്ന് അൽമായ ദിനമായിട്ട് ആചരിക്കുകയാണ്. അൽമായരുടെ വിളിയും ദൗത്യവും സവിശേഷമായി അനുസ്മരിക്കുന്ന ഈ ദിനത്തിന്റെ എല്ലാ ആശംസകളും ആദ്യമേ തന്നെ ഞാൻ നേരുകയാണ്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ ആത്മാ ദിനമായിട്ട് ഇന്ന് ആചരിക്കുമ്പോൾ സഭയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രൂപീകരിച്ച MCA യേശുക്രിസ്തു ആഗ്രഹിച്ച രീതിയിലുള്ള ആത്മീയ പക്വതയിൽ വളരേണ്ടതായിട്ട് ഇന്ന് നമ്മുടെ പള്ളിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ സർപ്പങ്ങൾ വായിച്ചു. അതിൽ പറയുന്നത് പോലെ യേശുക്രിസ്തു ആയിരിക്കണം നമ്മുടെ ചിന്തകളുടെയും പ്രവർത്തികളുടെയും നിലപാടുകളുടെയും മാനദണ്ഡം. പാവങ്ങളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പക്ഷം ചേരാനും ശബ്ദമില്ല മുതിർന്നവരെ നമ്മൾ ആദരിക്കുക എന്നത് ഒരു ദിവസത്തെ ചടങ്ങല്ല,
അതൊരു നിലനിൽപ്പായിട്ട് തുടർച്ചയായിട്ട് പോകേണ്ട ഒരു കർമ്മമാണ്. അതിന് നാം എല്ലാവരും പ്രതിജ്ഞാബദ്ധരാണ്. അത് നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഓരോരുത്തരും മുൻപിലേക്ക് വന്ന് ഉപഹാരവും ആദരവും സ്വീകരിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ശ്രീ ജോർജ് വർഗീസ്, ആലംകീഴൽ ഹൗസ്, സെന്റ് സേവിയേഴ്സ് പ്രയർ ഗ്രൂപ്പ്. 17 വർഷത്തോളം MCAയുടെ ലീഡർഷിപ്പിലുണ്ടായിരുന്നു. അതുപോലെ ബസിലിക്ക യൂണിറ്റിലെ MCAയുടെ പ്രസിഡന്റായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. തോമസ് ബാബു അച്ഛൻ്റെ മാതാവായിരിക്കുന്ന മിസസ് ശോശാമ്മ MV, ബഥേൽ, സെന്റ് സേവിയേഴ്സ് പ്രയർ ഗ്രൂപ്പ്. റിട്ടയർഡ് ഓഫീസർ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിപ്പാർട്ട്മെന്റ്, ഗവൺമെന്റ് ഓഫ് കേരള. അടുത്തതായി യോഹന്നാൻ G, സൗമ്യ നിവാസ്, സെന്റ് സേവിയേഴ്സ്, തിരുവനന്തപുരം. Brigadier MG Koshi, St. Thomas Prayer Group, retired Chief Engineer, Indian Army. Group, retired engineer. Srimati Leelama Thomas, Prayer Group, retired teacher, MCA Vice President ആയിരുന്നു, Executive Member. അതിരൂപതാ തലത്തിൽ ശ്രീ യോഹന്നാൻ AV, സെന്റ് ജോസഫ്സ് പ്രയർ ഗ്രൂപ്പ്. ദിനാഘോഷം സമാപനത്തിലേക്ക് എത്തുകയാണ്. നന്ദി അറിയിക്കുന്നു. സ്വാഗതം ആശംസിച്ച MCA യൂണിറ്റിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ ജയ്ബോയ് ജേക്കബിനോടുള്ള നന്ദി അറിയിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നടത്തിയ ബസിലിക്ക യൂണിറ്റിന്റെ ആയിരിക്കുന്ന ശ്രീ ജോർജ് വർഗീസിനോടുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിക്കുന്നു. വളരെ അപ്രതീക്ഷിതമായി നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്ന് ഇന്ന് നമുക്ക് വേണ്ടി ദിവ്യബലി അർപ്പിക്കുകയും ഈ പരിപാടിയിൽ നമ്മോടൊപ്പം പങ്കെടുക്കുകയും ചെയ്ത് നമുക്ക് അനുഗ്രഹ പ്രഭാഷണം നടത്തിയത് ബഥനി ആശ്രമത്തിലെ പ്രോവിൻസ് പ്രോക്യുറേറ്റർ ആയിരിക്കുന്ന സാജൻ തോമസ് OIC അച്ഛനാണ്. അച്ഛൻ നമ്മളോട് അമോറിസ് ലെറ്റീഷ്യ അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സുവിശേഷം എന്നുള്ള അപ്പസ്തോലിക പ്രബോധനത്തിൽ നിന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബങ്ങളെ കുറിച്ച് എന്താണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാഴ്ചപ്പാട്, അതെങ്ങനെയാണ് പൊതുസമൂഹത്തിന് ബലവത്തായി തീരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മളെ പ്രബുദ്ധരാക്കി. നമ്മുടെ സാജൻ തോമസ് OIC അച്ഛനോടുള്ള ഹൃദയപൂർവമായ നന്ദി ബസിലിക്ക കൂട്ടായ്മയ്ക്ക് വേണ്ടിയിട്ടും MCA യൂണിറ്റിന് വേണ്ടിയിട്ടും അറിയിക്കും. നിന്ന് ഇത്രയും സമയം നമ്മളോടൊപ്പം ചിലവഴിച്ച നിങ്ങൾ ഓരോരുത്തരോടുമുള്ള ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സമാധാന പ്രാർത്ഥനയ്ക്ക് മുൻപായിട്ട് നമുക്ക് ഒരാളെ കൂടി നന്ദിപൂർവ്വം ഓർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വികാരീശനാണ്, നമുക്കറിയാം ബസിലിക്ക യൂണിറ്റിൻ്റെ നമ്മുടെ ഡയറക്ടറായിട്ടും വികാരിയായിട്ടും ഒക്കെ നമുക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട നെൽസനച്ചനാണ്, നമ്മുടെ വികാരിയച്ഛനാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ പരിശുദ്ധ കുർബാനയ്ക്കും ഈ മീറ്റിങ്ങിനും അച്ഛൻ്റെ സാന്നിധ്യമാണ് നമുക്ക് ഈ പ്രതീക്ഷിച്ചതും ഉണ്ടാകേണ്ടതും.
പക്ഷേ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ് അച്ഛൻ്റെ സ്ഥാനത്ത് എനിക്കത് ഏറ്റെടുക്കേണ്ടതായിട്ട് വന്നത്. ഇന്നത്തെ ക്രമീകരണങ്ങൾക്കെല്ലാം വ്യക്തമായ നേതൃത്വം നൽകിയത് ബഹുമാനപ്പെട്ട അച്ഛൻ തന്നെയാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. അച്ഛൻ്റെ നല്ല ആത്മീയ നേതൃത്വത്തിന് നമുക്ക് നന്ദി പറയുന്നതോടൊപ്പം അച്ഛന് വേണ്ടിയും അൽമായ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് അച്ഛനെ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്നത്തെ ഈ ക്രമീകരണങ്ങൾക്ക് നല്ല നേതൃത്വം കൊടുത്ത അച്ഛന് നമുക്ക് നന്ദിയോടെ ഓർത്തുകൊണ്ട് നല്ലൊരു കൈയടി നമുക്ക് അച്ഛന് നൽകാം. സമാധാന പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് ദിവ്യമുമ്പാകെ സജ്ജരാകാം. ദൈവമായ കർത്താവേ, പരിശുദ്ധ സഭയിൽ ഒരിക്കൽ കൂടി അൽമായ ദിനത്തിൻ്റെ നന്മകളെ കുറിച്ച് ചിന്തിക്കുന്നതിനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചും ഞങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ചും ദൈവദൃസന്നിധിയിൽ നീതിയുടെ പാതയിൽ പദ്ധതികളുമാകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ച ഈ അനുഗ്രഹീത ദിവസത്തെ ഓർത്ത് ഞങ്ങളെ നന്ദി പറയുന്നു. തമ്പുരാനെ, അങ്ങ് ഞങ്ങളെ വിളിച്ചു, അങ്ങ് ഞങ്ങളെ അങ്ങോട്ട് ചേർത്ത് വെച്ചു. ലോകത്തിൻ്റെ അതിർത്തികൾ വരെ ഞങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം അറിയിക്കുവാൻ അൽമായ എന്ന രീതിയിൽ മാമോദീസായിലൂടെ സ്ഥൈര്യലേഖന സ്വീകരണം വഴി നിരന്തരമായിട്ട് അവിടുന്ന് ഞങ്ങളെ അഭിഷേകം ചെയ്ത് ഞങ്ങളെ ശക്തരാക്കുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ അഭിഷേകം ഉപയോഗിച്ച് ഈ ലോകത്തിൽ ഭൂമിയുടെ ഒപ്പം ലോകത്തിൻ്റെ പ്രകാശവുമായി കാണപ്പെട്ടുകൊണ്ട് ലോകമുള്ളിടത്തോളം കാലം ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും ഞങ്ങളെ ആയുസ്സിൻ്റെ അവസാന നിമിഷം വരെയും അങ്ങേക്ക് സാക്ഷികളും അങ്ങേക്ക് മഹത്വം നൽകുന്നവരും അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നവരും അങ്ങയുടെ വചനം പ്രഘോഷിക്കുന്നവരും അങ്ങയുടെ പ്രവർത്തികൾ ചെയ്യുന്നവരുമായിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ കൂട്ടായ്മകളെയും അവിടുന്ന് ബലപ്പെടുത്തണമേ. ഏതെങ്കിലും വിധത്തിൽ അങ്ങ് ഞങ്ങളെ ഫലമേൽപ്പിച്ചിട്ടുള്ള ദൈവികമായ ദൗത്യങ്ങളിൽ നിന്ന് സ്വാർത്ഥത കൊണ്ടോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടോ അകന്നു നിൽക്കേണ്ടി വരുന്നു എന്ന് വരികിൽ അങ്ങ് ഞങ്ങൾക്ക് മാപ്പ് നൽകി അങ്ങയുടെ ഹൃദയത്തോടും ഞങ്ങളുടെ ദൗത്യങ്ങളോടും കൂടുതൽ ഞങ്ങളെ ചേർത്ത് നിർത്തണമേ. അമ്മേ മാതാവേ, ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രേക്ഷകരുടെയും പ്രേക്ഷിതരുടെയും മധ്യസ്ഥയായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മേ മാതാവേ, അൽമായിരുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദൗത്യങ്ങളെയും ബോധവാന്മാരും ബോധവതികളുമാക്കുന്നതിന് ദൈവതിരുസന്നിധിയിൽ സ്വർഗത്തിൻ്റെ തിരുസന്നിധി ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങളെ കരുത്തുള്ളവരും ബലമുള്ളവരും വിശുദ്ധിയുള്ളവരും വിവേകമുള്ളവരുമാക്കി തീർത്ത് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ പിതാവായ ധന്യന്മാരിയായ സുതാവേ, അങ്ങേ സഭാമക്കളുടെ ഈ കൂടിയവരവനെ അവിടുത്തെ സ്വർഗത്തിൽ നിന്ന് ആശീർവദിക്കണമേ. അങ്ങ് സഭയെ കണ്ടതുപോലെ അങ്ങേ സഭയെ സ്നേഹിച്ചതുപോലെ ഞങ്ങൾക്കും ഈ സഭയെ കാണുന്നതിന് സഭയെ സ്നേഹിക്കുന്നതിന് സഭയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ജീവിതങ്ങളെ വെച്ചു ചെയ്യുന്നതിനുള്ള കൃപ ഞങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അൽമായരെയും പരിശുദ്ധ അമ്മയുടെ സ്വർഗീയമായി സമർപ്പിച്ചു പോകുന്നു ചെയ്യുന്ന പ്രാർത്ഥിക്കാം. കൃപ നൽകുന്ന മറിയമേ, നമുക്ക് സമാധാനം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പേജ് ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതായിരിക്കും. ഓക്കെ, ഗോഡ് ബ്ലെസ്. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഓരോരുത്തരുടെ മേലും ഞങ്ങളുടെ സഭകളുടെ മേലും ഞങ്ങളുടെ കുടുംബങ്ങളുടെ